ഇനി എന്തു ചെയ്യും? ഒറ്റപ്പെട്ടു പോയല്ലോ ദൈവമേ. ആ, ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? എന്റെ പൂർവികന്മാർ ഇതുപോലെയുള്ള വേലകൾ ഒപ്പിച്ചത് കൊണ്ടായിരിക്കും കഴുത എന്ന വൃത്തികെട്ട പേര് എനിക്ക് കിട്ടിയത്. സുഖിയന്മാരോടൊപ്പം നിൽക്കുന്ന മനുഷ്യരെ പോലും എന്റെ പേരിട്ടാ വിളിക്കാറ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ, എന്റെ വിധി. അല്ലാണ്ട് എന്താ പറയാ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് ജീവിക്കണമല്ലോ. ആ, നേരം വെളുക്കട്ടെ. പോത്തൻസിനെ ഒന്ന് കാണണം. നക്കാപ്പിച്ച വല്ലതും കിട്ടുമോന്ന് നോക്കണം. എനിക്ക് ഉറക്കം വന്നതേയില്ല. ഓരോന്നിങ്ങനെ ആലോചിച്ച് ഉറങ്ങാനേ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തിനാ മക്കളെ ഉറങ്ങാതിരുന്നത്? ഉറങ്ങാതെ കാവൽ കിടക്കാൻ ഞാനുണ്ടായിരുന്നല്ലോ. ഏതായാലും ഇനി നമുക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് കമ്പനിയെ നാടുകടത്തിയതിനു ശേഷമേ ഉറക്കമുള്ളൂ. പ്രിയപ്പെട്ട കാട്ടുകാരെ, നിങ്ങളുടെ സന്തോഷദിനം ഇതാ വന്നെത്തി. പ്രകൃതി രമണീയമായ ഉത്തരിമേടിന്റെ തിലകക്കുറിയായി ഇതാ പോത്തൻസ് കമ്പനിയുടെ ഫാക്ടറി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ കാടിന്റെ ആസ്ഥാന ഗായകൻ, നിങ്ങളേവരുടെയും കണ്ണിനുണ്ണിയുമായ കഴുതച്ചാർ. ഉദ്ഘാടനം മഹാമഹം നേരിൽ കാണുവാൻ നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു ഉത്തരിമേട്ടിലേക്ക്. പ്രിയപ്പെട്ട കാട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ കാടിന്റെ സ്വന്തം കമ്പനിയായ പോത്തൻസ് കമ്പനിയുടെ മഹത്തായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ കാടിന്റെ ആസ്ഥാന ഗായകനും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയുമായ കഴുതച്ചാരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയ കാട്ടുകാരെ, സുഹൃത്തുക്കളെ, എത്രയോ കാലങ്ങളായി നാം ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി അലയുകയായിരുന്നു. ഒരുപാട് ജോലി ചെയ്ത് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു. എന്നാൽ ഇനി മുതൽ നമുക്ക് സ്വർഗമാണ്. നമ്മൾ ഒരു പണിയും ചെയ്യാതെ ശുദ്ധി ചെയ്ത വെള്ളവും ഭക്ഷണവും നമ്മുടെ വീടുകളിൽ വന്നെത്താൻ പോവുകയാണ്. എത്രയോ കീടങ്ങളെയും പുഴുക്കളെയുമാണ് നാളിതുവരെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നാം അകത്താക്കിയത്. എന്തെല്ലാം രോഗങ്ങളാണ് അവ നമുക്ക് നൽകുന്നത്. ഇനി അതിനെക്കുറിച്ചൊന്നും നാം ഭയപ്പെടേണ്ടതില്ല. വൃത്തിയും വെടിപ്പുമുള്ള കായ്കനികളും പഴങ്ങളും ഇനി നമ്മുടെ തളികകളിൽ അതിമനോഹരമായ ഉറകളിലും കുപ്പികളിലും ലഭിക്കാൻ പോവുകയാണ്. ഇതിനാരംഭം കുറിച്ചിരിക്കുന്നത് നമ്മളെ അതിയായി സ്നേഹിക്കുന്ന നമ്മുടെ കമ്പനിയായ പോത്തൻസ് ഗ്രൂപ്പാണ്. അതിനാൽ പോത്തൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ചൊറിയൻ പോത്തൻ, കൊതിയൻ പോത്തൻ, ചതിയാൻ പോത്തൻ എന്നിവരോട് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഇതിന് പണം കൊടുക്കണ്ടേ എന്നാണ്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് പണം മുടക്കാതെ എങ്ങനെ ആരോഗ്യമുണ്ടാകും എന്നാണ്. പണം മുടക്കാതെ എങ്ങനെ വികസനമുണ്ടാവും കൂട്ടരെ? ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാ കാട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി, നന്ദി, നന്ദി.